ഗുഡ് മോർണിംഗ് യൂറോപ്പ്. ആനന്ദ് ന്യൂസിലേക്ക് സ്വാഗതം. കുടിയേറ്റ വിരുദ്ധ വികാരത്തിൽ നെഞ്ചിടിപ്പോടെ UK മലയാളികൾ. കുടിയേറ്റ വിരുദ്ധ വികാരം അടിക്കടി കത്തിക്കയറുമ്പോൾ നെഞ്ചിടിപ്പോടെ UKയിലെയും യൂറോപ്പിലെയും മലയാളികൾ. ഈ രാജ്യങ്ങളിലെ ആരോഗ്യ ബിസിനസ് സേവന മേഖലകളിലെ നട്ടെല്ലായ മലയാളി വൈദഗ്ധ്യ ജീവനക്കാർ കടുത്ത ആശങ്കയിലാണ് കുടിയേറ്റ വിരുദ്ധ നീക്കങ്ങളെ നോക്കിക്കാണുന്നത്. ലക്ഷക്കണക്കിന് തദ്ദേശീയരായ ആളുകൾ പങ്കെടുക്കുന്ന കുടിയേറ്റ വിരുദ്ധ റാലികൾ ഇപ്പോൾ ഓരോ വിദേശ രാജ്യങ്ങളിൽ നിന്നും തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യുകയാണ്. ലക്ഷക്കണക്കിന് മലയാളികൾ എത്തിയിട്ടുള്ള അമേരിക്ക, ബ്രിട്ടൻ, കാനഡ, ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ, അയർലൻഡ് എന്നിവിടങ്ങളിലൊക്കെ കുടിയേറ്റ വിരുദ്ധ തീ ആളിക്കത്തുന്നു. ഇതിനിടെ കുടിയേറ്റക്കാർക്ക് ആശ്വാസം നൽകുന്ന പ്രതികരണവുമായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ രംഗത്ത് വന്നത് ഏറെ പ്രതീക്ഷ നൽകുന്നുണ്ട്. ഏത് വിധേനയും സമ്മർദ്ദവുമായി എത്തുന്ന കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭത്തെ എതിർത്ത് തോൽപ്പിക്കുമെന്നാണ് സ്റ്റാർമർ വ്യക്തമാക്കുന്നത്. അമേരിക്കൻ മോഡൽ കുടിയേറ്റ വിരുദ്ധ നീക്കം UKയിൽ അനുവദിക്കാൻ സാധ്യമല്ല എന്ന കർശന നിലപാടാണ് സ്റ്റാർമറുടേത്. ട്രംപിന്റെയും മെലാനിയ ട്രംപിന്റെയും ലണ്ടൻ സന്ദർശനം ആരംഭിച്ചു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രഥമ വനിത മെലാനിയ ട്രംപും ലണ്ടനിലെ 2 ദിവസത്തെ സന്ദർശനം ആരംഭിച്ചു. അടുത്ത 2 ദിവസങ്ങളിലായി കിങ് ചാൾസ് എന്നിവരുടെയും ആതിഥേയത്വം വഹിക്കും. സൈനിക പരേഡുകൾ, ബ്രിട്ടീഷ്, അമേരിക്കൻ F-35 ജെറ്റുകൾക്കൊപ്പം റെഡ് ആരോസിന്റെ ഫ്ലൈറ്റ് പാസ് എന്നിവ ഉൾപ്പെടെ നിരവധി പരിപാടികൾ നടക്കും. ചൊവ്വാഴ്ച വിൻസറിൽ ട്രംപിന്റെ സന്ദർശനത്തിനെതിരെ സ്റ്റോപ്പ് ട്രംപ് കോalition പ്രതിഷേധിച്ചു. സമീപ വർഷങ്ങളിൽ ലോകമെമ്പാടും ഭിന്നിപ്പിക്കുന്ന തീവ്ര വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ തീജ്വാലകൾ ആളിക്കത്തിക്കാൻ US പ്രസിഡന്റ് മറ്റാരെക്കാളും കൂടുതൽ ശ്രമിക്കുന്നുണ്ടെന്ന് ലണ്ടൻ മേയർ സാദിഖ് ഖാൻ ഗാർഡിയനിൽ എഴുതി. UKയിൽ കുടിയേറ്റങ്ങൾ കുറഞ്ഞു വരുന്നതായി ഔദ്യോഗിക കണക്കുകൾ. അനധികൃത കുടിയേറ്റക്കാർക്കെതിരായ നടപടികൾ UK അധികൃതർ കടുപ്പിക്കുമ്പോഴും കുടിയേറ്റങ്ങൾ കുറഞ്ഞു വരുന്നതായാണ് ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സിലെ കണക്കുകൾ പറയുന്നത് 2011 ശേഷം നെറ്റ് മൈഗ്രേഷൻ 2 ലക്ഷത്തിനും 3 ലക്ഷത്തിനും ഇടയിലായി ഒതുക്കാൻ കഴിഞ്ഞു എന്നാണ്. 2020 ഡിസംബർ 31 ശേഷം ബ്രെക്സിറ്റിന് ശേഷമുണ്ടായ കുടിയേറ്റക്കാരുടെ പ്രവാഹത്തിന് ഇപ്പോൾ ചെറിയ ഒരു ശമനം ഉണ്ടായിരിക്കുന്നതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. സ്റ്റുഡന്റ് വിസകളുടെ എണ്ണത്തിലും ഇടിവുണ്ടായിട്ടുണ്ട്. ഈ വർഷം വിസ അപേക്ഷകരുടെ എണ്ണത്തിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ 1.5% കുറവുണ്ടായിട്ടുണ്ട്. 2023 കണക്കുമായി താരതമ്യം ചെയ്താൽ ഉണ്ടായിരിക്കുന്നത് 18% കുറവാണ്. UKയിൽ 2025 മൊത്തം കുടിയേറ്റക്കാരിൽ കേവലം 5% താഴെ മാത്രം ആളുകളാണ് അപ്രകാരം എത്തുന്നതെന്ന് കണക്കുകൾ കാണിക്കുന്നു. UKയിലെത്തുന്ന വിദേശികളിൽ ഏറ്റവും വലിയ വിഭാഗം വിദ്യാർത്ഥികളും അവരുടെ ആശ്രിതരുമാണ്. ഏകദേശം 47% വരും ഇവർ. രണ്ടാമതുള്ളത് 20% വരുന്ന വർക്കിംഗ് വിസയിൽ എത്തിയവരാണ്. മധ്യ ഇംഗ്ലണ്ടിൽ കൗൺസിൽ ടാക്സ് വർദ്ധിച്ചേക്കും. ഏറെ വിവാദമായ മെഗാ കൗൺസിൽ രൂപീകരണത്തിന്റെ ഭാഗമായി കൗൺസിൽ ടാക്സിൽ 250 പൗണ്ടിന്റെ വരെ വർധന ഉണ്ടായേക്കാമെന്ന് മുന്നറിയിപ്പ് നൽകി വിദഗ്ധർ. 5 ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള ലോക്കൽ അതോറിറ്റികൾക്ക് കീഴിൽ താമസിക്കുന്നവർക്ക് അവർക്ക് ലഭിക്കുന്ന സേവനങ്ങൾക്കായി പ്രതിവർഷം 100 കണക്കിന് പൗണ്ട് അധികമായി നൽകേണ്ടി വരുമെന്നാണ് പുതിയ പഠനം വെളിപ്പെടുത്തുന്നത്. 5 ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള കൗൺസിൽ ഏരിയയിൽ ഒരു ബ്രാൻഡി വീടിന് പ്രതിവർഷം 2009 പൗണ്ട് നികുതി വരുമ്പോൾ കുറഞ്ഞ ജനസംഖ്യയുള്ള കൗൺസിലുകളിൽ ഇത് 1759 പൗണ്ട് ആയിരിക്കും. രാജിവെച്ചൊഴിയുന്നത് വരെ ഹൗസിംഗ് കമ്മ്യൂണിറ്റി സെക്രട്ടറി കൂടിയായിരുന്ന ഏഞ്ചല റൈനർ ആണ് ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. ഈ നിർദ്ദേശത്തിന് കീഴിൽ വരുന്ന കൗൺസിലുകളിൽ ഭൂരിഭാഗവും തെക്കൻ ഇംഗ്ലണ്ടിലും മിഡ്ലാൻഡ്സിലുമാണുള്ളത്. മെഗാ കൗൺസിലുകൾ എന്നറിയപ്പെടുന്ന ഇവിടെ 5 ലക്ഷത്തിലധികം ജനസംഖ്യ ഉണ്ടായിരിക്കും. ശൈത്യകാല യാത്രയ്ക്ക് കുറഞ്ഞ ടിക്കറ്റ് നിരക്കുമായി വ്യൂലിംഗ്. ഒരു ശൈത്യകാല യാത്രയ്ക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് 15 പൗണ്ട് മുതൽ ടിക്കറ്റ് നിരക്കുകളുമായി യൂറോപ്പിലെ 20ലധികം വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് സർവീസ് ആരംഭിച്ചിരിക്കുകയാണ് സ്പാനിഷ് എയർലൈൻ കമ്പനി വ്യൂലിംഗ്. ബജറ്റ് വിമാന സർവീസായ വ്യൂലിംഗ് പരിമിതമായ സമയത്തേക്കാണ് ഇപ്പോൾ 20 യൂറോയിൽ കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റുകൾ നൽകുന്നത്. ഒക്ടോബർ 1 മുതൽ 2025 ഡിസംബർ 18 വരെയുള്ള വിമാനങ്ങളിലാണ് ഈ നിരക്കുകൾ ബാധകമാവുക. ഈ മാസം ആദ്യം പ്രഖ്യാപിച്ച ഈ കിഴിവുകൾ സെപ്റ്റംബർ 24 വരെ തുടരും. ഏതെല്ലാം സ്ഥലങ്ങളിലേക്കാണ് ഈ നിരക്കുകൾ എന്നത് സ്പാനിഷ് എയർലൈൻ കമ്പനി വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും സ്പെയിനിലെ ഒട്ടുമിക്ക വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്കുമൊപ്പം യൂറോപ്പിന്റെ ചില വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. IOC UK സറേ റീജിയൻ കേരള ചാപ്റ്റർ ഓണാഘോഷം 20 ക്രോയിഡണിൽ. നാടിനൊപ്പം നന്മയ്ക്കൊപ്പം എന്ന വലിയ ആശയവുമായി UK മലയാളികളുടെ ഐക്യവും സൗഹൃദവും നിറഞ്ഞ ഓണാഘോഷം ഈ കൊല്ലവും ക്രോയിഡണിൽ സംഘടിപ്പിക്കുന്നു. IOC UK കേരള ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ 20 ശനിയാഴ്ച രാവിലെ 11 മണി മുതൽ വൈകിട്ട് 4 വരെ കാൻഡർബറി റോഡ് കമ്മ്യൂണിറ്റി ഹാളിലാകും നടക്കുക. അത്തപ്പൂക്കളം ഇട്ട് ആരംഭിക്കുന്ന ഈ കൊല്ലത്തെ ഓണാഘോഷ പരിപാടികളിൽ ഓണസദ്യ, തിരുവാതിര അടക്കം കലാപരിപാടികൾ എന്നിവ അരങ്ങേറും. തുടർന്ന് ആവേശം നിറയ്ക്കുന്ന വടംവലി മത്സരം ഓണപരിപാടികൾക്ക് കൊഴുപ്പ് കൂട്ടും. തുടർന്ന് മറ്റു സാംസ്കാരിക പരിപാടികളും ഉണ്ടായിരിക്കുമെന്നും ഓണാഘോഷ കൺവീനറും IOC സറേ റീജിയണൽ പ്രസിഡന്റുമായ വിൽസൺ ജോർജ് അറിയിച്ചു. ഉച്ചഭക്ഷണത്തിന് ശേഷം നടക്കുന്ന പൊതുസമ്മേളനത്തിൽ മുൻ മേയർ മഞ്ജു ഷാഫർ ഹഫീസ് സാംസ്കാരിക പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിക്കും.
പ്രസിഡന്റ് വിൽസൺ ജോർജ്, വൈസ് പ്രസിഡന്റ് ജെറിൻ ഫിലിപ്പ്, IOC കേരള ചാപ്റ്റർ നാഷണൽ പ്രസിഡന്റ് സുജു ദാനിയൽ, വൈസ് പ്രസിഡന്റ് ബേബിക്കുട്ടി ജോർജ്, നാഷണൽ ജനറൽ സെക്രട്ടറി ശ്രീ അഷ്റഫ് അബ്ദുള്ള, മുൻ മേയർ ഫിലിപ്പ് എബ്രഹാം, തോമസ് ഫിലിപ്പ് എന്നിവർ ആശംസാ പ്രസംഗങ്ങൾ നടത്തും. ഓണാഘോഷങ്ങൾക്ക് കേരള തനിമ പകരാൻ കഥകളി, നാടൻ നൃത്തങ്ങൾ, ഗാനങ്ങൾ, കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ തുടങ്ങി വൈവിധ്യമാർന്ന പരിപാടികൾ അരങ്ങേറുമെന്നും ഓണാഘോഷ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. യുക്മ നോർത്ത് വെസ്റ്റ് റീജിയണൽ കലാമേള ഒക്ടോബർ 11. യുക്മയിലെ പ്രധാന റീജിയണുകളിൽ ഒന്നായ യുക്മ നോർത്ത് വെസ്റ്റ് റീജിയണൽ കലാമേള ഒക്ടോബർ 11 ശനിയാഴ്ച മാഞ്ചസ്റ്ററിന് സമീപമുള്ള വിഗണിൽ നടക്കുന്നു. കലാമേളയുടെ പ്രാരംഭ നടപടികൾ ആരംഭിച്ചതായി ദേശീയ സമിതി അംഗം ബിജു പീറ്റർ, നോർത്ത് വെസ്റ്റ് റീജിയണൽ പ്രസിഡന്റ് ഷാജി വരാക്കുടി, സെക്രട്ടറി സനോജ് വർഗീസ്, ട്രഷറർ ഷാരോൺ ജോസഫ്, കലാമേള കോർഡിനേറ്റർ രാജീവ് CP എന്നിവർ സംയുക്തമായി അറിയിച്ചു. യുക്മ നോർത്ത് വെസ്റ്റ് റീജിയണൽ കലാമേളയിൽ പങ്കെടുക്കുന്ന മത്സരാർത്ഥികളുടെ രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. യുക്മയുടെ അംഗങ്ങളായിട്ടുള്ള അസോസിയേഷനുകളിൽ മെമ്പർഷിപ്പ് ഉള്ളവർക്കാണ് മത്സരങ്ങളിൽ പങ്കെടുക്കാൻ അവസരമുള്ളത്. റീജിയണൽ തലത്തിൽ വിജയികൾക്കാണ് നവംബർ 1 ചെൽട്ടൺഹാമിൽ നടക്കുന്ന യുക്മ ദേശീയ കലാമേളയിൽ പങ്കെടുക്കുവാനുള്ള അവസരം ലഭിക്കുന്നത്. കലാമേളയുടെ വിജയത്തിനായി വളരെ ചിട്ടയോടെയുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നത്. യുക്മ ട്രഷറർ ഷീജോ വർഗീസ്, മുൻ ജനറൽ സെക്രട്ടറിമാരായ അലക്സ് വർഗീസ്, കുര്യൻ ജോർജ്, മുൻ ദേശീയ സമിതി അംഗം ജാക്സൺ തോമസ് എന്നിവരുടെ മാർഗനിർദ്ദേശത്തിലാണ് കലാമേളയുടെ ഒരുക്കങ്ങൾ പുരോഗമിച്ചു വരുന്നത്. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 119.74 ഇന്ത്യൻ രൂപ, ഒരു US ഡോളർ 87.76 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 104.06 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.36 US ഡോളർ, ഒരു കനേഡിയൻ ഡോളർ 63.83 ഇന്ത്യൻ രൂപ. ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.